ഇടുക്കി ഗ്രാമ്പിയിൽ വീണ്ടും കടുവയെ കണ്ടതായി പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്ത് നിന്നും 300 മീറ്ററോളം മാറിയാണ് കണ്ടത്. സംഭവം വനംവകുപ്പിനെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, വലിയ ഭീതി വിതയ്ക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത്. വിവരങ്ങൾ. നിലവിൽ ഇപ്പോഴും ഈ ഇടുക്കി ഗ്രാമ്പിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിയാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കടുവയെ കാണുകയും ഈ പ്രദേശത്തെ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കൃത്യമായ നിരീക്ഷണം ആ മേഖലയിൽ നടത്തുന്നുമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കടുവയെ ഒരു തരത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഗ്രാമ്പിയിൽ, അതായത് ഈ കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട ആ ഒരു കാടിന് മറുവശത്ത് തേയിലത്തോട്ടത്തിൽ ഈ കടുവയെ വീണ്ടും കാണുന്നത്. ഏകദേശം ഈ കൂട് വച്ചതിന് 300 മീറ്റർ അകലെയാണ് കടുവയുള്ളത്, മറ്റൊരു ദിശയിലാണ് കടുവയുള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ നാട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അന്ന് ആദ്യ ദിവസം കണ്ട ഒരു ദിവസം മാത്രമാണ് ഈ ഡ്രോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നത്. അതിനുശേഷം ഒരു തരത്തിലും ഈ കടുവയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് വീണ്ടും കടുവയുടെ സാന്നിധ്യം മേഖലയിൽ സ്ഥിരീകരിച്ചത്. ജനങ്ങൾക്ക് ഇപ്പോഴും അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം. കടുത്ത ഒരു ജാഗ്രതാ നിർദ്ദേശവും വനംവകുപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കടുവയുടെ എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്ത ശേഷം ഈ കൂട് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിൽ കൂട് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തുക. എന്തായാലും ഈ ഗ്രാമ്പി മേഖലയിൽ ഇപ്പോഴും ആശങ്ക ഒഴിയാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സുബിൻ.